എക്കണോമിക്സ് ബിരുദമുള്ള ആളാണ്, എക്കണോമിക്സൊക്കെ ആയിരുന്നു. അപ്പോൾ മാർക്ക് സക്കംബർഗ് ഏറ്റവും അധികം വായിക്കുന്നത് സൈക്കോളജിയും ഫിലോസഫിയും ആർട്ടും കൾച്ചറും ഒക്കെയാണ്. അവിടെയാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. അപ്പോൾ നമുക്കൊക്കെ അറിയാം, ഈ നമ്മുടെ ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാമും ഒക്കെ എന്താണ് ചെയ്യുന്നത്? നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്തു പറയുന്നു എന്ന് പറയുന്ന മനുഷ്യൻ്റെ വളരെയധികം ഇൻസേഷ്യബിൾ ആയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. ആ ക്യൂരിയോസിറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യലാണ് ഫേസ്ബുക്കൊക്കെ ചെയ്യുന്നത്. നമ്മളൊരു ഫോട്ടോ ഇട്ടാൽ, അല്ലെങ്കിൽ നമ്മളൊരു കമൻറ്റ് ഇട്ടാൽ, നമ്മുടെ കമൻറ്റിനെ എത്ര പേർ അംഗീകരിക്കുന്നു, എത്ര പേര് ലൈക്ക് ചെയ്യുന്നു, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ എന്താണ് പറയേണ്ടതെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. ആ ക്യൂരിയോസിറ്റിയാണ് മാർക്ക് സക്കംബർഗ് കച്ചവടമാക്കി മാറ്റിയത്. അപ്പോൾ ഒരു നല്ല ബിസിനസ്സുകാരൻ ഒരു പരന്ന വായനയുള്ള ആളായിരിക്കണം. ഒരു നല്ല എഞ്ചിനീയർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കൊട്ടേഷൻ പറയും, an engineer is the one who identify a burning issue in the society and he or she will try to find out a technology solution for that. അങ്ങനത്തെ ഒരാളാണ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പം ലോകത്തുള്ള ഒരു പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്തിട്ട് എന്നിട്ട് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നവരാണ് നല്ല എഞ്ചിനീയേഴ്സ്. അപ്പം നമ്മൾ ഈ പ്രോബ്ലമൊക്കെ ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ എല്ലാ പ്രോബ്ലംസും സൊസൈറ്റിയിലാണുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇന്ന് പുതിയ കാലഘട്ടത്തിലെ സിലബസുകളിൽ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തോടൊപ്പം ഹ്യൂമാനിറ്റീസിനും സോഷ്യൽ സ്റ്റഡീസിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് IPSഉം IASഉം ഒക്കെ എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, IIMസിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, അവർക്കൊക്കെ വളരെ വലിയ ജനറൽ നോളജ് ആവശ്യമാണ്. അപ്പോൾ വളരെ പരന്നൊരു വായന എന്ന് പറയുന്നത് ഒരു വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യൻ്റെ ഏറ്റവും ഒരു വിജയ ഫോർമുല തന്നെയാണ് വായന എന്ന് പറയുന്നത്. അപ്പോൾ പുതുവർഷമൊക്കെ തുടങ്ങി ഇപ്പോൾ ഏകദേശം 10-15 ദിവസം ആവാൻ പോകുന്നു. എന്നാലും ഇപ്പോൾ നമ്മൾ ഏത് ബുക്കാണ് വായിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയാനൊരു ബുക്കുണ്ടെങ്കിൽ ഗംഭീരമാവും കാര്യം. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ ബിൽ ഗേറ്റ്സ് ഒക്കെ ഒരു വർഷത്തിൽ 50 ബുക്ക് വായിക്കുമായിരുന്നെന്നാണ് കേട്ടിട്ടുള്ളത്. ഇപ്പോൾ ഇടയ്ക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അദ്ദേഹവും 40-50 ബുക്ക് ഒരു വർഷം വായിക്കും എന്ന് കേട്ടു. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ നമുക്ക് വളരെയധികം അത്ഭുതം തോന്നി. നന്നായിട്ട് വായിക്കുന്ന ശീലമുള്ള ആൾ. അപ്പോൾ ഒരുപാട് വായന കൊതിയന്മാരായിട്ടുള്ള രാഷ്ട്രീയക്കാരുണ്ട്. എല്ലാ മേഖലയിലുള്ള ആൾക്കാർ വായനയെ സ്നേഹിക്കുന്നവർ തീർച്ചയായിട്ടും ദേ വിൽ മേക്ക് എ ബിഗ് ഡിഫറൻസ് ഇൻ ലൈഫ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ ചോദിച്ചാലും ഒരു മാസത്തിൽ 1-2 ബുക്കൊക്കെ ഫിനിഷ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു വായനാശീലം ഉണ്ടാക്കിയെടുക്കുമെന്ന് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. തീർച്ചയായിട്ടും അതൊരു വലിയ മാറ്റത്തിലേക്ക് നയിക്കും. അപ്പോൾ ഞാനിപ്പോൾ വായിക്കാൻ പോകുന്ന ബുക്ക് ഇതാണ്, ബിക്കമിങ് എന്ന് പറയുന്ന മിഷേൽ ഒബാമയുടെ ബുക്കാണ്. അപ്പോൾ നിങ്ങൾ ഏത് ബുക്കാണ് വായിക്കാൻ പോകുന്നതെന്ന് ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ അത് നല്ലൊരു തുടക്കമാവട്ടെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.